ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മീൻകറി നോക്കിയാലോ. അമ്മയുടെ സ്പെഷ്യൽ മീൻകറി, ഒരു സിമ്പിളായിട്ടുള്ള മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം വാളമീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി വൃത്തിയായി കഴുകി അതിലേക്ക് പൊടിയുപ്പും മുളക് പൊടിയും പുരട്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചട്ടി വെച്ചു, അതിലേക്കിട്ടു, കുറച്ച് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പൊടിയുപ്പ്, ഇത് പാകത്തിനിടാം. ഓരോരുത്തരുടെ ഏകദേശം ഒരു പാകം ഉണ്ടാവുമല്ലോ, എരിവൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ചിലവർക്ക് നല്ല എരിവ് വേണ്ടവർക്ക് അങ്ങനെ, നല്ല കുറവ് വേണ്ടവർക്ക് അങ്ങനെ. അതിനുശേഷം കനം കുറഞ്ഞരിഞ്ഞ സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല. ഈ കനം കുറഞ്ഞരിഞ്ഞതെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കനം കുറഞ്ഞരിയുമ്പോൾ ഇത് പെട്ടെന്ന് വേവുകയും ഈ മീൻകറിയുടെ എല്ലാ സത്തും ഇതിലേക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾ പുളിവെള്ളം, അത്യാവശ്യത്തിന് ഓരോരുത്തർക്കും വേണ്ട പുളി. എനിക്കൊക്കെ നല്ല പുളി വേണം. എനിക്ക് നല്ല പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിലവർക്കൊന്നും പുളി അങ്ങനെ ഓരോരുത്തരുടെ താല്പര്യം പുളിയുടെ. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് പുളി ഇതെങ്ങനെ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, സബോള, തക്കാളി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇതൊക്കെ ചട്ടിയിലേക്ക് ഒഴിച്ച് കുറച്ചും കൂടി നമ്മുടെ പാകത്തിന്, ഇത് വേവാനുള്ള ഏകദേശം പാകത്തിന് വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് നന്നായി ഇളക്കി പിടിപ്പിക്കുക. നമ്മൾ ഈ കൈയിലോണ്ടും സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കി പിടിപ്പിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കൈ കൊണ്ട് ഇളക്കി പിടിപ്പിക്കുന്നത്. എന്നാൽ എരിവുള്ള മുളക് പൊടിയൊക്കെയാണെങ്കിൽ കൈ നീറും, സൂക്ഷിച്ചിട്ട് വേണം. എന്നിട്ട് നമ്മൾ അത് ഇളക്കി പിടിപ്പിച്ച് ഗ്യാസ് കത്തിച്ചു, ചട്ടി ഗ്യാസിലേക്ക് വെച്ചു. അത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ മീൻകറി നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ മണം തന്നെ, അമ്മോ എൻ്റെ വായിൽ വെള്ളം വരുന്നു. സൂപ്പർ മണാട്ടാ, അടിപൊളി മണം. ഇത് നമ്മൾ കയ്യിൽ കൊണ്ടുവന്ന് ഉടഞ്ഞു പോരുത്, ഇളക്കുക. അപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പിട്ടു. ഏറ്റവും ലാസ്റ്റ് ഇതേ കുറച്ച് വെളിച്ചെണ്ണ തൂവി. അതിന് ശേഷം നമ്മൾ വേറൊരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. ഉള്ളി ചെറുതായി അതിലേക്ക് മൂപ്പിച്ചിടുക. കരിയരുത്, മൂക്കാനേ പാടുള്ളൂ. അവസാനം ഈ മൂത്ത ഉള്ളിയും കൂടി ഈ നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കുകയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെ, ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, ഉടഞ്ഞു പോരുത്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ മീൻകറി നമ്മൾ എന്തായാലും അവസാനിപ്പിച്ചു. അടിപൊളി. കാണുമ്പോൾ തന്നെ, ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ്. നിങ്ങളൊക്കെ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീട്ടിൽ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ്, നിങ്ങളുടെ വീട്ടിലോ നാട്ടിലൊക്കെ എങ്ങനെയാണ്, സ്പെഷ്യൽ വല്ല മീൻകറികളുണ്ടോ? ഉണ്ടെങ്കിൽ റെസിപ്പി ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.